ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ കേറ്റ് എക്സാമിനേഷന്റെ FA2 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ നമുക്ക് MCQs നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. പ്രീവിയസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അടിപൊളിയായിരിക്കുക. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. കം ടു ദ ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബോണസ് ഈസ് എൻ എക്സ് ഗ്രേഷ്യ പേയ്മെന്റ്. നമുക്കറിയാം ബോണസ് ആക്ടിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബോണസ് ആക്ടിന്റെ ഇയർ എന്ന് പറയുന്നത് നമുക്ക് 1965 ആണ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ റെമ്യൂണറേഷൻ പെയ്ഡ് ടു വർക്കേഴ്സ് ടൈം സ്പെൻഡ് ഡയറക്ട്ലി ഓൺ ദ പ്രൊഡക്ഷൻ യൂണിറ്റ്. ആ ക്വസ്റ്റ്യൻ തന്നെ അത് ക്ലിയർലി മെൻഷൻഡ് ആണ്. ഡയറക്റ്റ് വേജസ് ആണ് നമ്മുടെ ആൻസർ. മാർക്ക് ചെയ്ത് നോക്കുക. ആൻഡ് തേർഡ് വൺ, under dash payment consists of two portions, one based on the regular time based and other linked with to cost of living and merits award. Option A ആണ് നമ്മൾ പഠിച്ച, നമ്മൾ ഡയറക്റ്റ് ആയിട്ട്, അതായത് ഒരു തിയറി പോലെ തന്നെ നമ്മൾ മെറ്റീരിയൽ ഉണ്ട്, വൺ ലൈനിൽ തന്നെ കിടക്കുന്നുണ്ട്. സോ ഗ്രാജുവേറ്റഡ് ടൈം റേറ്റ് ആണ്. Then when we are coming to the fourth question, see there is a statement. See the statement or payroll refers to the earnings of all parties with employees, suppliers for a particular period of their contribution. Okay, അപ്പോൾ എംപ്ലോയീസ് ഒക്കെ സപ്ലൈസ് വരുന്ന സമയത്ത് ഫോൾസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2, പേറോൾ എൻഷുർ ദ പ്രോപ്പർ അക്കൗണ്ടിംഗ് ഓഫ് സാലറി എക്സ്പെൻസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ. കറക്റ്റ് ആണ്, ഇത് ട്രൂ ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഫോൾസും സ്റ്റേറ്റ്മെന്റ് 2 ട്രൂ ആണ്. സോ ഓപ്ഷൻ ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൺലി സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. കറക്റ്റ് ആൻസർ. ഓക്കെ, then when you are coming to the fifth question, see the fifth question. Fifth question, in India, income tax of employees is calculated on for the period of, നമുക്കറിയാം accounting year, ഇവിടെ April to March ആണ്. C ആണ് ഓപ്ഷൻ. Clear? Then when we are coming to the sixth question, what is the due date for monthly remittance of ESIC? See, statutory deductions, it is very important in the examination. നമുക്ക് പേറോൾ അക്കൗണ്ടിങ്ങിലെ statutory deductions ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻ ഏതൊക്കെ, അത് റെമിറ്റ് ചെയ്യുന്ന ഡേറ്റ്സ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ESIC ആണ്. അപ്പൊ ESI ആയ സമയത്ത് നമുക്കറിയാം സ്റ്റാറ്റ്യൂട്ടറി ഡേറ്റ് 15 ആണ്. 15ലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. Then 7th question, see the dash of employees is also termed as take home pay. Take home pay ആണ്. Take home നമുക്കറിയാം അത് നെറ്റ് ആണ്. Always it is the net salary, right? Then 8th question, normally gratuity shall be paid an employee who served the minimum period of 5 years. Most repeated question ആണ്. 1 year ഡിസ്കഷൻ വരുന്നു അല്ലെ. ഇനി 9th question വരുന്നു. 9th question, all recoveries such as PF deduction, ESI payable, insurance recoveries payable are shown on dash until it's paid. It is liability side of the balance sheet until it's paid അല്ലെ. അപ്പൊ ലയബിലിറ്റി ആണ്, ലയബിലിറ്റി സൈഡ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ആൻഡ് the 10th question, also payroll accounting ആണ്. Dash is given by the employer to employee to compensate the high cost associated with having the metro cities. City compensatory അല്ലെ, CCA നമ്മൾ വിളിക്കുന്ന സിറ്റി കോമ്പൻസേറ്ററി ആണ്. അപ്പൊ സിറ്റി കോമ്പൻസേറ്ററി ആണ്. നമുക്കറിയാം ലിവിംഗ് കോസ്റ്റ് കൂടുന്ന സെയിം സാലറി പെയ്ഡ് ആയിരിക്കും, ബേസിക് ആയിരിക്കും. അതിന്റെ കൂടെ CCയും കൂടി നമ്മൾ അലോ ചെയ്യുന്നു അല്ലേ. ആൻഡ് the 11th question, സ്റ്റോഴ്സിലേക്ക് നമ്മൾ വന്നു. ആൻഡ് ഓൾ പർച്ചേസസ് ആർ ഇനീഷ്യേറ്റഡ് വിത്ത് ദ അപ്രൂവൽ ഓഫ് സ്റ്റോഴ്സ് മാനേജർ. ഡയറക്റ്റ് ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് 12th question, when we are coming to the 12th question, see intent of material is prepared. So ഏറ്റവും പ്രധാനപ്പെട്ട intent of material. So intent of material is prepared by the production department. And which of the following is are transactions related to the receipt of material into the warehouse? That is the question. Purchase from the suppliers, diversion from the other stores and devolution from store. നമുക്കറിയാം ഇൻപുട്ട് വരുന്ന സമയത്ത് അല്ലെ, ഇൻപുട്ട് വരുന്ന സമയത്ത് തീർച്ചയായും ഇതെല്ലാം കൂടിയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ. ദെൻ നമുക്കൊരു ഫോർമുലയ്ക്ക് വന്നു. സ്റ്റോറിലെ ഫോർമുലയാണ്. സോ ഫോർമുല, in the context of inventory control, which of the following measures the minimum stock level? Reorder ലെവലിന്റെ താഴെയാണ് എപ്പോഴും മിനിമം സ്റ്റോക്ക് ലെവൽ. അപ്പൊ നിങ്ങൾ മനസ്സിൽ ഓർമ്മിച്ച് വെക്കുക, റിയോർഡർ ലെവലിന്റെ മൈനസ് ആയിരിക്കും ഓൾവേസ് ഓർമ്മിച്ച് വെക്കുന്നുണ്ടാവുക. അപ്പൊ റിയോർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ടു എവറേജ് റിയോർഡർ പീരീഡ് A ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ദെൻ coming to the 15th question, the storekeeper should send a copy of material received to support the dash document. See, സപ്പോർട്ടിംഗ് അക്കൗണ്ട്സ് ആണ്. തീർച്ചയായും ഇത് അക്കൗണ്ട് സെക്ഷനിലേക്കാണ്. അക്കൗണ്ട് സെക്ഷൻ ആണ് കറക്റ്റ് ആൻസറിലേക്ക് വരുന്നത്. ദെൻ ദ ക്വസ്റ്റ്യൻ 16th question, come to the 16th question. Dash shows the complete list of each material or quantity to be issued against the each component requiring that the materials for a particular job order or the process, right? അപ്പൊ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് ഡീറ്റെയിൽസ് എവിടെയാണ് ചോദിക്കുന്നത്, BOM നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇന്റന്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് പോയത് ബിൽ ഓഫ് മെറ്റീരിയൽ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. Then മെയിൻ്റെനൻസ് ഓഫ് സർട്ടൻ മിനിമം ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ഇൻ സ്റ്റോക്ക് ഇൻ ദ അണ്ടർലൈൻ ദ ഡാഷ് പ്രിൻസിപ്പിൾ അല്ലെ. ആ ഏത് പ്രിൻസിപ്പിൾ? മിനിമം സ്റ്റോക്ക് നമ്മൾ ചെയ്യുന്നു, ബേസ് സ്റ്റോക്ക് ചെയ്യുന്നു. സോ അവിടെ ആൻസർ വരുന്നത് നമുക്ക് ബേസ് സ്റ്റോക്ക് ആണ്. ദെൻ നമുക്ക് നെക്സ്റ്റ് പോവുകയാണെങ്കിൽ ഹൗ
are material returned to store after being issued earlier for production accounted for? നമുക്കറിയാം എപ്പോഴാണ് നമ്മൾ ഇഷ്യൂവും റെസിപ്റ്റും അല്ലെ, ആ റെസിപ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമുക്കൊരു റിട്ടേൺ വരുന്നത്. അപ്പം entered in the receipt column stores the original issue price. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നിങ്ങൾ താഴോട്ട് നോക്കേണ്ട ആവശ്യമേ ഇല്ല, ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമ്മൾ ആൻസർ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒറിജിനൽ ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക, എല്ലാവർക്കും അറിയാം. Then dash are stores which are intended to be used over a prolonged period before becoming unusable or obsolete and having the significant disposal value. So നമുക്കറിയാം നോൺ കൺസ്യൂമബിൾ ആണ്, അപ്പൊ കൺസ്യൂമബിൾ ആയിട്ടുണ്ടാവില്ല, അപ്പൊ നോൺ കൺസ്യൂമബിൾ സ്റ്റോർ ആണ്. അധികം ഓപ്ഷൻസ് നിങ്ങൾ വായിച്ചു നോക്കാതെ നേരിട്ട് നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും, അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി 20 ആണ്. The accounts of stores are based on the fundamental principle that all material purchased should be charged to dash of the first instance. അല്ലെ, സ്റ്റോക്ക് നമ്മൾ പർച്ചേസ് അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് സസ്പെൻസ് അക്കൗണ്ടിലൂടെയാണ്. നമ്മൾ തിയറി ക്ലാസ്സിൽ ഒരുപാട് പഠിച്ചതാണ്. നമ്മുടെ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ അത് ലൈനായിട്ട് കിടക്കുന്നുണ്ട്, ജേർണൽ എൻട്രി നമ്മുടെ മെറ്റീരിയൽ കിടക്കുന്നുണ്ട്. സോ സ്റ്റോക്ക് സസ്പെൻസ് അക്കൗണ്ട് ഈസ് ദ കറക്റ്റ് ആൻസർ. Then 21, the financial accounting, the term accrual denotes, accrual denotes. So in financial it is accrual denotes എന്ന് പറയുമ്പോൾ നമുക്ക് accrual due but not received ആണ്. Something that becomes due, something that paid അല്ല. നമുക്കറിയാം something that payable in future അല്ല, something that already paid അല്ല. C becomes due ആണ്. 21 actually the correct answer A ആണ്. 22ലേക്ക് വരികയാണെങ്കിൽ the revenue refers the amount of income earned from business through dash its activities. മെറ്റീരിയൽ നല്ല തറോ ആയിട്ട് വായിച്ചു നോക്കിയ ആൾക്കറിയാം അവിടെ കൺഫ്യൂഷൻ വരിക, കോർ ആണോ കോർ ആൻഡ് അലൈഡ് ആണോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ വരിക. മെറ്റീരിയൽ നല്ല പോലെ ആ ലൈൻ തന്നെയാണ് ചോദിച്ചത്, ആ ലൈൻ അങ്ങനെ തന്നെയാണ്, കോർ ആൻഡ് അലൈഡ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ആൻഡ് സെയിൽസ് ഡാബുക്ക് റെക്കോർഡ്സ്, സെയിൽസിലേക്ക് വരികയാണെങ്കിൽ ഡാബുക്ക് റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. സെയിൽസ് ഡാബുക്ക് ഓൾവേസ് ഇറ്റ് ഈസ് റെക്കോർഡിംഗ് ഫോർ ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ്. Then consider the following statement wise question ആണ്. Consider the following statements like ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. See, first statement 1, cash memo is issued to customer whenever cash sales is made. It's true ആണ് അല്ലേ, true ആണ്. Then while recording cash sales in the journal, it is not necessary to record the customer's name. Okay, customer's name നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കാരണം it is cash sale. അപ്പം രണ്ടും ട്രൂ തന്നെയാണ്. അപ്പം രണ്ടും both statements are true. ആൻസർ കൊടുക്കാലോ. ഇനി 26, in order to help the retailers earn the better profit, manufacturers offers them. നമ്മൾ ഡിസ്കൗണ്ടിനെ കുറിച്ചുള്ള ക്വസ്റ്റൻ ആണ്. മാനുഫാക്ചേഴ്സിന് ഓഫർ ചെയ്യുന്നത് എന്താണ് അല്ലെ, നമ്മൾ ഡിസ്കൗണ്ടിനെ കുറിച്ചുള്ള ക്വസ്റ്റൻ ആണ്. സോ ട്രേഡ് ഡിസ്കൗണ്ട്. Then next question, which of the following equation is correct regarding the net sales? അല്ലെ, നെറ്റ് സെയിൽസ് കണക്ട് ചെയ്ത, അപ്പം നെറ്റ് സെയിൽസ് ഇസ് ഈക്വൽ ഗ്രോസ് സെയിൽസ് മൈനസ് റിട്ടേൺസ് ഇൻവേർഡ്സ് മൈനസ് സെയിൽസ് അലവൻസ്. കറക്റ്റ് അല്ലേ? റിട്ടേൺ ഇൻവേഴ്സും സെയിൽസ് അലവൻസ് നമ്മൾ എൻട്രിയിൽ പാസ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ആൻസർ കിട്ടുകയാണെങ്കിൽ കറക്റ്റ് ചെയ്തോളൂ. വേണമെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് പോവാം. നെറ്റ് സെയിൽസ് ഗ്രോസ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ് മൈനസ് സെയിൽസ് അല്ല, ഗ്രോസ് സെയിൽസ് അല്ലേ മൈനസ് സെയിൽസ് റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ, ആൻഡ് റിട്ടേൺ ഇൻവേർഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് സെയിൽസ് റിട്ടേൺസ് ഇൻവേർഡ് സെയിൽസ് അലവൻസ് തന്നിട്ടുണ്ട്. ഇനി 28th ക്വസ്റ്റ്യനിലേക്ക് വാടാം. 28th ക്വസ്റ്റ്യൻ, in case of sales through the credit cards, the merchant swipes the cards in the card machine and the customer authenticates the identify with and dash. POS, ATM, TIN എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നാണ് അല്ലെ, പെർസെന്റേജ് പിന്നാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. ഇനി 29th ക്വസ്റ്റ്യൻ ആണ്. 29th ക്വസ്റ്റ്യനിലേക്ക് ബാഡ് ഡെപ്സ് അക്കൗണ്ട്സ് ഈസ് ഡെബിറ്റഡ് അണ്ടർ ഡാഷ് ഇവാലുവേറ്റിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് അക്കൗണ്ട്സ് റിസീവബിൾ. സി അക്കൗണ്ട്സ് റിസീവബിൾ ഡയറക്റ്റ് റൈറ്റ് ഓഫ് അല്ലെ, ഡയറക്റ്റ് റൈറ്റ് ഓഫ് ആണ് ആക്ച്വലി കറക്റ്റ് ആൻസർ എ ആണ്. Then 25th, when a customer or customers agree to keep the undesirable product for the reduction of selling price, the value of such reduction is debited to. നമുക്ക് രണ്ട് ഡൗട്ടാണ് വരിക. അത് നമ്മൾ സെയിൽസ് റിട്ടേൺസ് കൊടുക്കണോ അല്ലെങ്കിൽ അലവൻസ് കൊടുക്കണോ ഡൗട്ടാണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ നമുക്കൊരു അലവൻസിലാണ് റിട്ടേൺ കൊടുക്കേണ്ടത് ഇവിടെ. സോ ഡി ആണ് കറക്റ്റ് ആൻസർ. ദെൻ നമ്മൾ നേരെ 26th പോകുന്നു. Dash is the broader term dealing with collecting, handling, payment and investing of surplus cash to earn adequate returns. അപ്പം കറക്റ്റ് ക്യാഷ് മാനേജ്മെന്റ് ആണ്. അപ്പം ഇൻഫ്ലോ ഔട്ട്ഫ്ലോ നമുക്കറിയാം, ഇൻഫ്ലോ ഗ്രേറ്റർ ദൻ ഔട്ട്ഫ്ലോ, ഔട്ട്ഫ്ലോ ഗ്രേറ്റർ ദൻ ഇൻഫ്ലോ, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാഷ് മാനേജ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് 27th ക്വസ്റ്റ്യൻ, Dash reflects all assets of a company for an organization.
കോമൺ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അത് ബാലൻസ് ഷീറ്റ് ആണ്. നമ്മൾ അധികം ഓപ്ഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ബാലൻസ് ഷീറ്റ് ആണ്. 28th ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ സി ഡാഷ് ഈസ് എൻ ഐറ്റം ഓഫ് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിന്റെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കറണ്ട് അസറ്റ് ട്രേഡ് റിസീവബിൾ എല്ലാവർക്കും അറിയാം, ട്രേഡ് പേയബിൾ അല്ല, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് അല്ല നമുക്കറിയാം. ഇനി 29th ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊജക്ട്. പ്രൊജക്ടിന്റെ നോട്ട് എ കാരക്ടറിസ്റ്റിക്സ് ആണ്. വിച്ച് ഓഫ് ദ following is not a characteristic of project ആണ്. സ്പെസിഫൈഡ് ഡെലിവറബിൾ ഓക്കെ, സ്പെസിഫൈഡ് സോഴ്സ് ഫണ്ടിങ് ഓക്കെ, നൺ ഓഫ് ദ അബോവ്, ഐഡന്റിഫൈ ഇൻഡെഫിനിറ്റ് പ്രൊജക്ട് ലൈഫ്. അപ്പൊ ഇവിടെ നമുക്ക് ഇൻഡെഫിനിറ്റ് പ്രൊജക്ട് ലൈഫ് ആണ് ആൻസർ വരും, റൈറ്റ്. ഇനി നമുക്ക് 30th ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. Acquisition cost means the total cost obtained in the fixed asset and putting in place of condition for use. True ആണ്. നോക്കണം, erection charges, transportation cost ആഡ് ചെയ്യണം. ആൻഡ് സ്റ്റേറ്റ്മെന്റ് ടു ദ അക്വിസിഷൻ കോസ്റ്റ് ജനറലി ദ ഹിസ്റ്റോറിക് കോസ്റ്റ് ഓർ ഒറിജിനൽ കോസ്റ്റ്, ഓക്കെ, അതും ട്രൂ ആണല്ലോ. ദെൻ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ആണ്. ഇപ്പൊ സി കൊടുക്കാം, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. ദെൻ 31st ക്വസ്റ്റ്യൻ. As per revised schedule of 3rd to Companies Act 2013, intangible assets are separately shown in the balance sheet under dash head non current asset. നമ്മൾ അധികം ചിന്തിക്കേണ്ട, നോൺ കറണ്ട് അസറ്റ് ആണ്. And 32, question number 32, the minimum depreciation rates is to be charged on fixed assets are mentioned under the Companies Act 2013 ആണ്. 2 ആണോ 3 ആണോ 4 ആണോ 5, 2 ആണോ 3 ആണോ 5 ആണോ 6 ആണോ, ഷെഡ്യൂൾ 2 ആണ്, ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻ ആണ്. And 33rd question ആണ്. So gain on disposal of fixed asset is accounted for പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എവിടെയാണ് ചെയ്യുക? നമുക്കറിയാം ഒരു ഗെയിൻ ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ആണ്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും കിടക്കുന്നു. അപ്പൊ ക്രെഡിറ്റ് സൈഡിലേക്കാണ് പോവുക. സോ ക്രെഡിറ്റിംഗ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. And 34th question, in which the following methods the amount of depreciation of the asset reduces every year but the percentage of depreciation remains fixed. നമുക്കറിയാം റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണ്, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആണ്. അക്കൗണ്ട്സ് റിസീവബിൾ അറൈസസ് ഔട്ട് ഓഫ്. അക്കൗണ്ട് റിസീവബിൾ ഉണ്ടാവണമെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ് സംഭവിക്കണം. ക്യാഷ് സെയിൽസിൽ അക്കൗണ്ട് റിസീവബിൾ ഉണ്ടാവില്ല, കാരണം ഓൾവേസ് ഇറ്റ് ഈസ് സെറ്റിൽഡ്. And 36th question, income tax act ആണ്. income tax act assume the tax liability of the company has to be used of means for calculated depreciation. income tax act പ്രകാരം റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണ്. ഓക്കെ, ഇനി രണ്ട് മെത്തേഡും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ അതും റിട്ടേൺ ഡൗൺ വാല്യൂ, കമ്പനീസ് ആക്ടും നമ്മുടെ ഇൻകം ടാക്സ് ആക്ടും കൂടി ബോത്ത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണ്. And 37th question, ഒരു കാൽക്കുലേഷൻ, വെരി സിമ്പിൾ കാൽക്കുലേഷൻ. ഇൻ March 2025 ധർമേഷ് ഡ്രോ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. 1,50,000 ആണ് ബില്ല് വരുന്നത്. 1,50,000 ബില്ലാണ് വരുന്നത്. ദെൻ 3 months ആക്ച്വലി വൺ റിക്വസ്റ്റ് ടു ധർമേഷ് ടു ആക്സെപ്റ്റ് ക്യാഷ് 50,000 ആക്സെപ്റ്റ് ചെയ്യുന്നു. സോ ഡ്യൂ എമൗണ്ട് 1 lakh ആണ്. ദെൻ ദ ബിൽ ഫർദർ 2 months ആണ്, 12% ഇൻട്രസ്റ്റ്, ദ എമൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ 1 lakh എടുക്കുക. 1 lakhന്റെ 12% അല്ലെ, 12% 2/12 ആണ് വരുന്നത് അല്ലെ, 2/12 ആണ് വരുന്നത്. സോ ആൻസർ വിൽ ബി 2,000. ഓക്കെ, 2,000 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് 38th ക്വസ്റ്റ്യൻ. In the context of bill of exchange, bill send it to bank for collection means, bill send it to bank for collection അല്ലെ, bill send it to collection ആണ്. അപ്പം bill retains the bill till the maturity date and realized on the date. അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. bills return the bank till maturity and return back to client, അങ്ങനെയല്ല. So bill discount with അങ്ങനെയല്ല. bill returned by the bank credited the client, അങ്ങനെയല്ല. So option will be A ആണ്. bill retained and by the bank till the maturity and realized on the same date. അത് മെച്ചൂരിറ്റി ഡേറ്റ് എന്ത് ചെയ്യുന്നു, സെറ്റിൽ ചെയ്യുന്നു. അതാണ് ഓപ്ഷൻ എ ആണ്. 39th question, the consignment ആണ് അല്ലെ. അപ്പം consignment of the goods are dispatched on the basis of that goods will be sold on behalf of the expense and that the risk of account sale അല്ലെ. the risk of actually കൺസൈനർക്കല്ലേ റിസ്ക് വരുന്നത്, ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല അയാൾ. അപ്പം കൺസൈനർക്കാണ് റിസ്ക് വരുന്നത്. And 40th question, the periodical statement prepared by the consignee for the sending the consignor providing details of sales expenses and commission due is called account sale. Okay, അപ്പൊ ഇത്തരത്തിലുള്ള ഒരു 40 questions ആണ് സാർ ഡിസ്കസ് ചെയ്ത്. അപ്പം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് MCQs ആണ്. അപ്പം ഇതിലൂടെ ഒക്കെ കണക്ട് ചെയ്ത് പോവുക. ഇതിലൂടെ കണക്ട് ചെയ്ത് പോകുന്ന സമയത്ത് മറ്റു ക്വസ്റ്റ്യൻ കൂടെ ആക്സസ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം.